പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലത്തെ അടുക്കള വിശേഷങ്ങളായിട്ട് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട റോസ്റ്റും ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുട്ട വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ മുട്ട വേവുന്ന ടൈം കൊണ്ട് നമുക്ക് അരി കഴുകി വാരി ഇടാം. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കുറച്ച് അരിയായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിക്കും. പിന്നെ വൈകിട്ട് ഞാൻ മാത്രമേ ചോറുണ്ണുള്ളൂ. ചേട്ടായി ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിടണ്ട, വന്ന് കഴിക്കും. അപ്പോൾ അത് കാരണം പയ്യെ നമുക്ക് ചെയ്താലും മതി. എന്നാലും നമ്മൾ രാവിലെ ആ ഒരേ റുട്ടീൻ നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അരി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടിയും അതേപോലെ കുറച്ച് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പോൾ നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ചോറായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ചേട്ടായിക്ക് കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ മുട്ട ഏകദേശം അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കണം. അപ്പോൾ സവാളയും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തക്കാളി അത്രയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക്. അപ്പോൾ സവാള ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളി ആ വഴറ്റുന്ന ടൈമിൽ ലാസ്റ്റാണ് കേട്ടോ ഞാൻ അതിനകത്തേക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഫ്രൈ പാനിലേക്ക് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഞാൻ മൂടി വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കും. എന്നിട്ട് അതിനകത്തേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ടൈമിൽ ഷർട്ട് തയ്ക്കണ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ ആണ് പോകുന്ന ടൈമിലാണ് കേട്ടോ തേച്ച് കൊടുക്കാറ്.
അപ്പോൾ ഇതേ വേഗം ഞാൻ അടുക്കളയിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ വന്നിട്ട് അയൺ ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായി ചപ്പാത്തി പരത്താൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ചപ്പാത്തി പ്രസ്സിലാണ് കേട്ടോ പരത്തുന്നത്. ചപ്പാത്തി പലകയിൽ എനിക്ക് അത്ര വശമില്ല, കാരണം ഷേപ്പൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തി പ്രസ്സിലാണ് ഞാൻ പരത്തുന്നത്. അപ്പോൾ പ്രസ്സിൻ്റെ മേലെ ഒരു നമ്മുടെ ആട്ട മേടിക്കുന്ന കവറുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ദേ ചേട്ടായി സൈറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ദേ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ തേച്ച് കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇനി ഉച്ചത്തേക്കുള്ള കറി റെഡിയാക്കണം. അപ്പോൾ വെണ്ടയ്ക്ക ഒലത്താമെന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ മോരുകറിയും ചിക്കൻ കറിയും ഒക്കെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒലത്തെന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഒലത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഫ്രഷ് ഒന്നും അല്ല കേട്ടോ, 2-3 ദിവസമായ വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊക്കെ ഒന്ന് കഴുകിയിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ അതിൻ്റെ വെള്ളം ഒപ്പിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വെണ്ടയ്ക്ക അരിയുമ്പോഴും ഒലത്തുമ്പോഴും ഈ വെണ്ടയ്ക്കയ്ക്ക് ചെറുതായിട്ടുള്ള ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അത് കുറേയൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതേപോലെ അരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കത്തിയുടെ ഭാഗത്തായിട്ട് വഴുവഴുപ്പുണ്ടാവും. അതും ഇതേപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ഈ വെണ്ടയ്ക്ക കൊളുത്തുന്നത്. തേങ്ങ ഒന്നും ചേർക്കാതെ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം ചുവന്നുള്ളി ഇതിനകത്ത് ഇടുന്നോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ വെണ്ടയ്ക്ക കൊളുത്തുന്നത്. ഇത് നന്നായിട്ട് ഒരു കറുത്ത കളറാവുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ നന്നായിട്ട്. അതിന് ശേഷം നമ്മൾ ചുവന്ന മുളക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ മുളക് പൊടിയോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് അടച്ച് വെക്കാതെയാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കുഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ച് തന്നെയാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ രാവിലെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരുന്ന ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടെ തിളപ്പിച്ചിട്ടാണ് ഞാൻ മുട്ട ഇടുക കേട്ടോ. ഞാൻ ക്ലിപ്പിട്ട് വാർക്കുകയാണ് ചെയ്യുന്നത്. പലരും പല ടൈപ്പിലാണ്. ചിലവർ വെള്ളം ഊറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ക്ലിപ്പിട്ട് വാർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ അതേപോലെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇനി വെക്കുന്നില്ല. കാരണം ഓൾറെഡി ഇന്നലത്തെ കറികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ.